പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ നിരന്തരം വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ഫെമിനിസ്റ്റുകൾ. ഇത്രയേറെ ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗാർഹിക പീഡനങ്ങൾക്ക് ഒരു നിയന്ത്രണമില്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിസ്മയയ്ക്ക് മുൻപും ശേഷവും നിരവധി ഗാർഹിക പീഡന കഥകൾ കേട്ട് നമ്മൾ കരളുരുകി കരഞ്ഞവരാണ്. എന്താണ് ഗാർഹിക പീഡനങ്ങൾക്ക് ഒരു നിയന്ത്രണമില്ലാത്തത്? അന്ധകാരത്തിൻ്റെ കൊട്ടാരം പോലെ ഓരോ ദിനം കൂടുന്തോറും ഗാർഹിക പീഡനങ്ങളുടെ കൊട്ടാരം വലുതായി വരികയാണ്. വിസ്മയെ രക്ഷിക്കാനോ സൂരജിൽ നിന്ന് അയാളുടെ ആ പാവം ഭാര്യയെ രക്ഷപ്പെടുത്താനോ തുഷാരയെ രക്ഷപ്പെടുത്താനോ അഭിഭാഷകയെയും മക്കളെയും രക്ഷപ്പെടുത്താനോ ഒരു ഫെമിനിസ്റ്റിനും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഫെമിനിസ്റ്റുകളെ കളിയാക്കാൻ വേണ്ടിയിട്ടോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല, സത്യം പറയുകയാണ്, പച്ചയായ സത്യം. ഫെമിനിസ്റ്റുകളുടെ നിയന്ത്രണത്തിൽ പോലും വരാതെ ഗാർഹിക പീഡനങ്ങൾ ഇങ്ങനെ തഴച്ച് വളരാൻ കാരണം പെൺകുട്ടികളുടെ വീട്ടുകാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. പെൺകുട്ടികളുടെ വീട്ടുകാർ തന്നെയാണ് ഗാർഹിക പീഡനങ്ങളെ ഇത്തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ വച്ച് പീഡനത്തിനിരയായി കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുകയോ ചെയ്താൽ ഭർത്താവും അയാളുടെ വീട്ടുകാരും നേരിടേണ്ട എല്ലാ നിയമ നടപടികളും പെൺകുട്ടിയുടെ വീട്ടുകാരും നേരിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ മാത്രമേ ഈ ഗാർഹിക പീഡനങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ 99% പേരൻസിൻ്റെയും ഒരു ധാരണ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഒരു ഭാരം ഇറക്കി വെച്ചു അല്ലെങ്കിൽ ഒരു സ്വസ്ഥത കിട്ടി എന്നൊരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വളർത്തു മൃഗത്തെ കയറ് മാറി കെട്ടുന്നതിന് സമാനമായിട്ടുള്ള ഒരവസ്ഥ. സ്വന്തം വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് കയറി വരുമ്പോൾ അവിടെ സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു സ്ത്രീ വീണ്ടും വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂര പീഡനങ്ങൾ സഹിച്ചും പുറത്തും അവസാനം ആത്മഹത്യയിലേക്ക് വരെ എത്തപ്പെടാനും കാരണമാവുന്നത്. ഭർത്താവിനും മക്കൾക്കുമൊപ്പം സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോൾ കിട്ടുന്ന സ്വീകരണം, ഒരു സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോൾ കിട്ടുന്നില്ല എന്നത് ദയനീയമായ അവസ്ഥ. ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തിലും സ്വസ്ഥതയിലും ജീവിക്കുകയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ അവളെ വിരുന്ന് വിളിക്കാനും അവളുടെ വീട്ടിലേക്ക് വിരുന്ന് പോവാനും നിരവധി ആൾക്കാരുണ്ടാവും. എന്നാൽ ആ ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അറ്റമില്ലാത്ത പീഡനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ശരിക്കും ആ സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം ശരിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ്. തുഷാരയുടെ കാര്യം തന്നെ നോക്കൂ. ആ കുട്ടി ആ വീട്ടിൽ അത്രയേറെ കഷ്ടപ്പാടോടു കൂടി ജീവിക്കുകയാണെന്നുള്ള കാര്യം മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. പലതവണ മാതാപിതാക്കൾ ആ കുട്ടിയെ കാണാൻ വന്നിട്ടും അവർ ആ കുട്ടിയെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുത്തില്ല. പിന്നെ എന്തിനാണ് തുഷാരയെ വീണ്ടും ആ ഭർത്താവിൻ്റെ വീട്ടിൽ അവർ താമസിപ്പിച്ചത്? ഒരു ഭാരം അതങ്ങോട്ട് ഇല്ലാതായി, അത്രയേ ഉള്ളൂ. ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സൂയിസൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെടുകയോ ചെയ്താൽ മുതലക്കണ്ണീരും ഒഴുക്കി ക്യാമറയുടെ മുന്നിൽ വന്നു നിന്ന് 4 വർത്താനം പറയുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു അവസ്ഥയില്ലാതെ നോക്കുന്നത്? സ്വർണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടതിൻ്റെ കണക്ക് കാലാകാലം സ്വന്തം വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ കേൾക്കണം. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ കിട്ടിയത് കുറഞ്ഞു പോയെന്നുള്ള ആ ഒരു പരാതിയും കേൾക്കണം. ഇതിൻ്റെ നടുക്ക് നിന്ന് പൊരുതുന്ന ആ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ഇന്നോളം സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വേറെ ഒരു കാര്യം. നമുക്കറിയാം, അന്ന് വിസ്മയുടെ പിതാവ് കുറച്ച് ഒരു 1.5 വർഷം മുൻപൊക്കെ ആയിട്ടായിരിക്കും ഒരു കാറ് വാങ്ങിച്ച കാര്യം. ആ വാർത്ത കേട്ടപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിലൊരു മുറിവുണ്ടായി. വിസ്മയ ഞാനാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതുപോലെ
ഒരുപാട് കാര്യങ്ങൾ അതിൽ കുറച്ചൊരു വ്യത്യാസമായിട്ട് തോന്നിയത് സൂരജിൻ്റെ ഒരു കാര്യം മാത്രമാണ്. കാരണം പിന്തുടർന്ന് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമാണ് സൂരജ് കാണിച്ചത്. പിന്നാലെ പോയിട്ട് വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് സൂരജിൻ്റെ വൈഫിന് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. സൂരജിൻ്റെ വൈഫിന് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പിന്തുടർന്ന് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമാണ് സൂരജ് കാണിച്ചത്. പക്ഷേ വിസ്മയുടെ കാര്യത്തിലും തുഷാരയുടെ കാര്യത്തിലും ഈ അഭിഭാഷയുടെ കാര്യത്തിലൊന്നും അങ്ങനെയല്ല. അതായത് ഒരു 99% വീട്ടുകാരുടെ ഒരു എന്താ പറയുക, തൻ്റെ ഇടമില്ലായ്മ കൊണ്ടാണ് പെൺമക്കൾ ഇങ്ങനെ ആത്മഹത്യക്കും അല്ലെങ്കിൽ പീഡനങ്ങൾക്കൊക്കെ ഗാർഹിക പീഡനങ്ങൾക്കൊക്കെ ഇരയാവുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കിവിടെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റിയൊരു വിഷയമല്ലത്. ഉള്ളതുപോലെ വെട്ടി തുറന്നു പറയണം. പ്രത്യേകിച്ച് ആങ്ങളമാർക്കൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ട പെൺമക്കൾ 2 ദിവസം സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് പറയുമ്പോൾ ഒരു തലവേദന പിടിച്ച പോലെയാണ്. അവർക്കൊരു തോന്നലാണ്, ഈ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിന്നാൽ എനിക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല, ഇനി ഉണ്ടായ ജീവിതം തന്നെ തകർന്നു പോവും, അങ്ങനത്തെയൊക്കെ ഒരു തോന്നലാണ്. പ്രത്യേകിച്ച് കുട്ടികളും കൂടെ പെങ്ങന്മാർക്കുണ്ടെങ്കിൽ ആങ്ങളമാർക്ക് പിന്നെ അവർ വല്ലപ്പോഴും വിരുന്ന് വന്ന് പോകുമ്പോൾ നല്ല സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ് കുറച്ച് ദിവസം സ്വന്തം വീട്ടിലേക്ക് താമസിക്കാൻ വന്ന ആങ്ങളമാരുടെ വിധം മാറും. ഞാൻ ഇത്രയേറെ ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നിയമം മാറുക തന്നെ വേണം. ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചോ ഗാർഹിക പീഡനത്തിനിരയായാൽ തുല്യ നീതി നടപ്പാക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയണം. മാതാപിതാക്കളെ ചോദ്യം ചെയ്യണം, പെൺകുട്ടിക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം. അങ്ങനെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യണം. കുറ്റവാളികളെ ചോദ്യം ചെയ്യും പോലെ തന്നെ ചോദ്യം ചെയ്യണം. നിയമ നടപടികൾ എല്ലാവർക്കും ഒരുപോലെയാക്കിയാൽ മാത്രമേ ഇനി നമ്മുടെ നാട്ടിൽ തുഷാരന്മാരുണ്ടാവാതിരിക്കുകയുള്ളൂ. എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പെൺമക്കൾക്ക് കൊടുക്കുന്ന സ്വർണം പെൺകുട്ടിയുടെ പേരിൽ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. വിൽക്കാനോ മാറാനോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒപ്പ് വേണം, അല്ലെങ്കിൽ പണയപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ സമ്മതം വേണം എന്ന് കാണിച്ചുകൊണ്ട്. താങ്ക് യു.